വളരെ വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ആക്ച്വലി കുറെ നാളുകളായിട്ട് നമ്മൾ വരൂല എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഒരു തീരുമാനത്തിലെത്തി. എന്റെ അടുത്ത് പലപ്പോഴും ഇതിനൊരു റിയാക്ഷൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യം ഇതുവരെയായിട്ട് ഇതിനൊരു തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇതുവരെ ഇതേപോലെ ഒരു കൺഫർമേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കൺഫർമേഷൻ ആയി, മെസ്സി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ഇന്ത്യക്കാരെ തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കളിക്കാരന് കേരളത്തിലേക്ക് വരുന്നത്, ഇവിടെ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇതിപ്പോൾ എത്തുമ്പോൾ മത്സരങ്ങൾ നടക്കേണ്ട ഏത് ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? കാരണം അത് അത്രത്തോളം ഫിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടോ നമുക്ക് കേരളത്തിൽ? അതിൽ സംശയങ്ങളുണ്ട്. ഞാൻ അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിലെ സംശയങ്ങൾ. അതിലവരൊരു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അർജന്റീന ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് വരാതിരിക്കുന്നത്, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മെസ്സിയുടെ ഒരു വരവോടെ കേരളത്തിന്റെ ഒരു ഫുട്ബോൾ മേഖലയിൽ അത് എത്രത്തോളം ഒരു പ്രചോദനമാകും, അല്ലെങ്കിൽ അത് എത്രത്തോളം ഒരു ആവേശം ഉണ്ടാകുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ആവേശം ഉണ്ടാവും. ഈ പറയുന്ന കേരളത്തിൽ ഒട്ടുമിക്കം എനിക്ക് തോന്നുന്നു കേരളം മൊത്തം അന്നത്തെ ദിവസങ്ങളിൽ മെസ്സിയെ കാണാൻ തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താവും എന്നുള്ളത് എനിക്കത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. കാരണം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എത്രത്തോളം പോകും എന്നുള്ളത് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇവിടെ അണ്ടർ-17 വേൾഡ് കപ്പ് നടന്നതാണ്. അതിനുശേഷം വലിയ മാറ്റങ്ങളോ സാധനങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ മെസ്സി വന്നു പോയതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മെസ്സി വന്നു പോയതിനു ശേഷം കണ്ടറിയണം. വരുന്നു എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. അതിന്റെ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഡേറ്റിന്റെ കാര്യത്തിലാണ് ഇനി ഒരു സ്ഥിരീകരണം വരേണ്ടതെന്ന് തോന്നുന്നു. നവംബർ മാസം എന്നുള്ളത് മാത്രമാണ് നമ്മൾ അറിയുന്നത്. കളി നടക്കുന്ന ഡേറ്റും കളി നടക്കുന്ന എനിക്ക് തോന്നുന്നു സ്ഥലം ഓൾറെഡി അവർ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും കൺഫ്യൂഷൻ ഉണ്ട്. മീൻസ് അതിന്റെ നടുവിൽ പിച്ചൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റണം. അതൊക്കെ എങ്ങനെ മാറ്റും, എപ്പോൾ മാറ്റും എന്നുള്ളതൊക്കെ തീരുമാനമായോ എന്നുള്ളത് എനിക്കറിയില്ല. നവംബർ 10 തൊട്ട് 18 വരെ എന്നുള്ള ഡേറ്റാ പറയുന്നത്. അതിൽ തന്നെ ഇപ്പം റിപ്പോർട്ടിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12-ന് ശേഷം ഇവിടെ എത്തുന്നുള്ളതാണ്. ഒരു കളി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അവർ കുറച്ചും കൂടി വിശദീകരിക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.